എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ബ്രെഡിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഫൊക്കാച്ചിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെഡാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ് ഈ ബ്രെഡ് തയ്യാറാക്കാൻ. പല രീതിയിൽ ഇതുണ്ടാക്കാം. അതിൽ ഏറ്റവും സമയം കുറച്ചെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. പല രീതിയിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതാണോ എന്നറിയാൻ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചെറിയ ചെറിയ തരികളുള്ളത് ചേർക്കാവുന്നതാണ്. അപ്പോൾ അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കിലോ മൈദയാണ്. മൈദ 4 കപ്പാണ് എടുത്തിരിക്കുന്നത്, 250 മില്ലിയുടെ കപ്പിൽ. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം നിങ്ങൾക്ക് കുറച്ചും എടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു നോൺ-നെറ്റ് ബ്രെഡായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതായത് ഒരുപാട് കുഴയ്ക്കാതെ ഉണ്ടാക്കാം. ഓരോ 30 മിനിറ്റ് ഇടവിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എളുപ്പത്തിലുണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഈ തടിത്തവി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് നേരം കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. 1/2 കപ്പ് പൊടിയും കൂടെ അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 4.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൈവച്ചിട്ട് ഇപ്പം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. 8 മിനിറ്റ് തന്നെ ഇത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിൽ ഗ്ലൂട്ടനൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് അടച്ച് എവിടെയെങ്കിലും ഒരു വാമായിട്ടുള്ള സ്ഥലത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി വരും. നമ്മൾ കൈവച്ചിട്ടൊന്ന് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാണ്. ഇതിൻ്റെ എയർ ബബിൾസ് നമ്മൾ ഇതുപോലെ അകത്തേക്ക് ടക്കിൻ ചെയ്തിട്ട് കളയുക. നല്ല സോഫ്റ്റായിട്ട് മാവ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് ടിന്നിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് വെച്ചിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ റൗണ്ടായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മാവ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ മാവിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് നന്നായിട്ട് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഭയങ്കര ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ടവലിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഫെർമെൻ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1.5 മണിക്കൂറൊക്കെ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്നത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഒലിവ് ഓയിലിൽ വെളുത്തുള്ളി അല്ലികൾ 4 ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതൊന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. നല്ലൊരു ഗാർലിക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എണ്ണയും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യാണ്. ഈ ബ്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഒരു നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്ന തക്കാളി ഹെർബ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതൊരു നല്ലൊരു ഫീലാണ് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ടൊമാറ്റോവും അതുപോലെ തന്നെ റോസ്മേരി ലീവ്സും പിന്നെ അവസാനം കുറച്ച് കല്ലുപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ചിട്ട് നമുക്കിത് 25 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം ഓവൻ്റെ ഒരു മിഡിലിൻ്റെ തൊട്ട് താഴത്തെ ഒരു ട്രാക്കിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്രെഡൊക്കെ നന്നായിട്ട് ബേക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. ഒരു 3 മണിക്കൂറാണ് മാക്സിമം എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സമയം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകഭാഗം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എയറി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഈ ഒരു ഡോ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു എയറി ടെക്സ്ചറിൽ കിട്ടും. ആ രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് വളരെ സമയം കുറച്ചെടുത്തിട്ടുണ്ടാക്കിയ ഒരു ഫൊക്കാച്ചിയ ബ്രെഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബ്രെഡ് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ സൂപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ ചെറിയ ടൊമാറ്റോ ഹെർബ്സ് ഒക്കെ ചേർത്തിരിക്കുന്ന പകരം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒലിവ്സും പല രീതിയിലുള്ള ടോപ്പിംഗ്സൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്രെഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്